Hello everyone, this is the part 3 of the whole series of PGWP. അപ്പോൾ നേരത്തെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ കാര്യമായിട്ട് അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഈ വീഡിയോ എക്സ്റ്റെൻഡ് ആവാതിരിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ സീരീസ് ആയിട്ട് ഇടുന്നത് ഓരോരോ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഐ ഹോപ്പ് ഇത്രയും കാലം ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട്സ് ഇല്ലാന്ന് എനിക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയി. ആൻഡ് ഇപ്പം നമ്മുടെ മൊത്തം വീഡിയോയുടെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് അവരെന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് എടുത്തു അല്ലെങ്കിൽ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് PGWPൻ്റെ എന്തൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യമായിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഓരോരോ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുന്നത്, എത്രത്തോളം അത് സ്റ്റുഡൻസിന് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസിനല്ല ടെമ്പററി റെസിഡൻസിന് ഇൻ കാനഡ എത്രത്തോളം ഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സംഭവം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈൻ പോലെ പറയുകയാണ്. കനേഡിയൻ ഗവൺമെൻറ് ആക്ച്വലി ഈ ആപ്ലിക്കൻസിന് PGWP അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ആ മൊത്തം പ്രോസസ്സ് കുറച്ചൊന്ന് ഈസി ആക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തിങ്, അതുകൊണ്ട് തന്നെ ആ ഈസിനെസ് എല്ലാവർക്കും ഈവൻ ആയിട്ട് കിട്ടാൻ വേണ്ടി തന്നെ അവരൊരു പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്, ലൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലാഗ് പോളിംഗ് എന്ന് പറയും. അപ്പോൾ ഫ്ലാഗ് പോളിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് വന്ന സമയത്ത് മിക്ക ആൾക്കാരും അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്ന എന്താണ്, PGWP ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇനി അവിടേക്ക് പോകുന്നൊരു കുട്ടിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എന്നുള്ള പ്രിവിലേജ് ഇല്ല, പഠിച്ചിട്ട് തിരിച്ചു പോരണം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥം അല്ലെങ്കിൽ എന്താണ് ആ പ്രോസസ്സ് എന്നുള്ളത് അതല്ല. ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ 90% ടെൻഷനും പോവും. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ടെമ്പററി റെസിഡൻസ് കാലങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അതായത് PGWP ആപ്ലിക്കേഷൻസ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് കാനഡയുടെ ബോർഡർ എക്സിറ്റ് അപ്ലൈ ചെയ്തിടും, ഓക്കെ, എന്നിട്ട് കാനഡയുടെ ബോർഡർ എക്സിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ റീ എൻട്രി ചെയ്യും. അങ്ങനെയാകുമ്പോൾ അവർക്ക് അപ്പം നിങ്ങൾക്കറിയാലോ, നിങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് അല്ലേ കിട്ടാറ്, അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക. അതായത് ഒരാൾ PGWPയുടെ സമയമാകുമ്പോൾ അപ്ലൈ ചെയ്തിട്ടു, കാനഡയുടെ ബോർഡർ എക്സിറ്റ് ചെയ്തു, എന്നിട്ട് അതേ വലിയ ഡ്യൂറേഷൻ വ്യത്യാസമൊന്നുമില്ലാതെ ദിവസങ്ങളെടുക്കാതെ റീ എൻട്രി ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം അയാൾക്ക് സ്മൂത്തായിട്ട് അടിച്ച് വർക്ക് പെർമിറ്റ് കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു ഈസിനെസ്. അപ്പോൾ ഈ ഒരു പ്രിവിലേജിനെ കുറച്ചധികം ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാനഡ അതിനൊരു റെക്കോർഡ് എടുത്തിട്ടുണ്ട്. അതായത് ഫെബ്രുവരി 2023 സംതിങ്, അതായത് 23 to 24 ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ 6 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2ഓളം ഭാഗത്തുള്ള ആളുകൾ ഇങ്ങനത്തെ പ്രോസസ്സ് ചെയ്തിട്ട് സ്മൂത്തായിട്ട് ഈ ഒരു സംഭവം അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ടു ഡു. അതേ സമയത്ത് വേറെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പ്രിവിലേജ് ഇല്ലാത്ത, മേ ബി ഡ്യൂ ടു ലോട്ട് ഓഫ് റീസൺസ്, അങ്ങനത്തെ ആളുകൾ പിടിച്ചിരുന്ന് അപ്ലൈ ചെയ്ത് അതിന് വെയിറ്റ് ചെയ്ത് പണ്ടത്തെ ഒരു ലോ ചേഞ്ച് ഞാനിപ്പോൾ പറയാം കേട്ടോ. അതായത് പണ്ടത്തെ ഒരു നിയമപ്രകാരം ഇനിഷ്യേറ്റീവ് അവർ എടുക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി പാടില്ല, പുതിയ ജോബ് ഓഫർ എടുക്കാൻ വേണ്ടി പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 1% ആളുകൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ഒരു ഡിലേ എടുത്ത്, അത് കനേഡിയൻ ഗവൺമെൻറ് അതിനൊരു ഡിലേയും വരുത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഡിലേയും എടുത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1% പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പീപ്പിൾ ഹു നോ അബൌട്ട് ഇറ്റ് ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഒബ്സർവേഷനിൽ ഇത് ഒരുപാട് രീതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ റൈറ്റ് വേ ടു ഡു തിങ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ കനേഡിയൻ ഗവൺമെൻറ് അത് നിർത്തലാക്കി. അതാണ് ഒരുപാട് ന്യൂസുകളിൽ വന്ന് PGWP നിർത്തലാക്കിയോ എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഫ്ലാഗ് പോളിംഗ് എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ച്വലി ആളുകൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും കാര്യം എളുപ്പത്തിൽ കിട്ടാന്നുണ്ടെങ്കിൽ, അതായത് PGWP എത്രയോ എളുപ്പത്തിൽ കിട്ടുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും. അതായത് അവർക്ക് ഈ പ്രിവിലേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്നതിന് കാര്യമായി. അപ്പോൾ ആളുകളെയും നമുക്കൊരു വലിയ ശതമാനം എന്ത് പറയാൻ പറ്റില്ല, കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു ഓറിയൻറ്റേഷൻ ഗവൺമെൻറ്റിന് കിട്ടി. അപ്പോൾ ഇത് നിർത്തലാക്കുന്നതോടുകൂടെ കാര്യങ്ങൾ കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗവൺമെൻറ് എപ്പോഴും ചിന്തിക്കുമല്ലോ, വൈ പീപ്പിൾ ആർ ഡൂയിങ് ദിസ്. അപ്പോൾ ദർ ഇസ് എ റീസൺ ബിഹൈൻഡ്. എന്താണ്, ഈ കുറേ ആളുകൾ ഈ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ദേ ആർ ഓപ്റ്റിംഗ് ഫോർ ഈസി വേസ്. അപ്പോൾ ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് സം ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ മെഷേഴ്സ്. ആ കുറച്ച് മെഷേഴ്സിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് അവർ ഫസ്റ്റ് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ഇനിയുള്ള ആപ്ലിക്കൻസിനെ ഫ്ലാഗ് പോളിംഗ് എന്നുള്ള പ്രോസസ്സിനേക്കാളും കൂടുതൽ ദേ ആർ ആക്ച്വലി എൻകറേജിങ് പീപ്പിൾ ടു അപ്ലൈ വിതിൻ ദ ബോർഡേഴ്സ് ഓഫ് കാനഡ. കാനഡയിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് എൻകറേജ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്, അതായത്
അവരുടെ ഇപ്പോഴത്തെ ഒരു നീക്കം എന്ന് പറയുന്നത് ദേ ഹാവ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്സ് ടു ദാറ്റ് ഈ വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷനും അതിൻ്റെ പ്രോസസ്സിങ്ങും സ്പീഡി ആക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഇനീഷ്യേറ്റീവ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും കോംപ്ലക്സ് ആയിട്ടും ആളുകൾക്ക് ഫീൽ ചെയ്തിരുന്ന ആപ്ലിക്കേഷൻ ഫോം കുറച്ചൊന്ന് സിംപ്ലിഫൈഡ് ആക്കുക. എപ്പോഴും അങ്ങനെയല്ലേ, നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും മനസ്സിലാക്കാനും ഫോമുകൾ കുറച്ചും കൂടെ റിജിഡാണ്, മനസ്സിലാക്കാൻ പറ്റാത്തതാണെങ്കിൽ ആളുകൾക്ക് കുറച്ചൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. അതായിരിക്കുമല്ലോ പെട്ടെന്നുള്ളൊരു ഈസി വേയിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളും കുറച്ചും കൂടെ സിമ്പിൾ ആക്കാനുള്ളതാണ് അവരുടെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു വലിയ കാര്യം, ഈ ആളുകൾ ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി വർക്ക് ചെയ്യരുത് എന്നാണ് പറയുക. അതേ സമയത്ത് ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇൻഡിവിജ്വൽസിന് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രിവിലേജും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിനുള്ള ഇനീഷ്യേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഫ്ലാഗ് പോളിംഗ് എന്നുള്ള ടൈറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള എന്താണ്, ഇനി കാനഡയിലേക്ക് വരുന്നവർക്ക് വർക്ക് പെർമിറ്റ് ഇല്ല. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ കേസ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ അത് മാത്രമല്ല, വർക്ക് പെർമിറ്റ് കണ്ടീഷൻസിൽ വന്നിട്ടുള്ള മാറ്റം ഞാൻ പറയാം. ലൈക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ന്യൂ ജോബ് പണ്ട് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇൻ ദിസ് കേസ് ആ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന് പുതിയൊരു ജോബ് ഓഫർ ഒരു എംപ്ലോയറിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ടേക്കപ്പ് ചെയ്യാം, വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ സിംപ്ലി ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്ത് പണ്ടുണ്ടായിരുന്നത് നമ്മളൊന്നും ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഇവിടെ ചേഞ്ച് വരാൻ വേണ്ടി പോകുന്നത്. നമുക്കിനി അപ്ലിക്കേഷൻ വെച്ചതിന് ശേഷം ഒരു പുതിയ ജോബ് ഓഫർ വരികയാണെങ്കിൽ നമുക്കത് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതിനുശേഷം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റഡി പെർമിറ്റ് എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, PGWPക്കുള്ളത് അപ്ലൈ ചെയ്യണം. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തിടാം. അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപ്രൂവലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണ സമയം ഉണ്ടാവുമല്ലോ, ആ സമയം നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് നോട്ട് ഇറ്റ് ലൈക്ക് സ്റ്റഡി പെർമിറ്റ് നിങ്ങളുടെ എക്സ്പയർ ആവുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനും വേണ്ടി പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളിൽ മുമ്പ് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി ആയിട്ട് ലൈക്ക് ഒരു ആൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കുറച്ച് പ്രിവിലേജസ് ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് കനേഡിയൻ ഗവൺമെൻറ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോൻ്റെ ക്രക്സ് മനസ്സിലാക്കുക. ദേ ഹാവ് സ്റ്റോപ്പ് സംതിങ്. ഫ്ലാഗ് പോളിംഗ് നിർത്തി. അതായത് കനേഡിയൻ ബോർഡർ എക്സിറ്റ് ചെയ്ത് റീ എൻട്രി ചെയ്യുമ്പോൾ വർക്ക് പെർമിറ്റ് ഈസി ആയിട്ട് അടിച്ചു കിട്ടുന്ന ആ ഒരു സംഭവം ഇനിയില്ല. എല്ലാവരും കാനഡയിൽ ഇരുന്നു കൊണ്ട് തന്നെ, കാനഡയുടെ ബോർഡറിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് അത് അച്ചീവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പാടില്ല, പുതിയ ജോലി എടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള രീതിക്കുള്ള റെസ്ട്രിക്ഷൻസ് അവർ റേസ് ചെയ്തിട്ടുണ്ട്, എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആണ് ഒരു മേജറായിട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. അത് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എനിക്ക് പേഴ്സണലി അപ്രീഷിയേറ്റീവ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് തോന്നിയത് വേറൊന്നുമല്ല. അവരൊരു സംഭവം നിർത്തിയപ്പോൾ, ഫ്ലാഗ് പോളിംഗ് നിർത്തിയപ്പോൾ ദേ തോട്ട് ലൈക്ക് എന്താണ് ആളുകൾ അങ്ങനെ എത്തുന്നത്, ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ എത്തുന്നത്, ലൈക്ക് അവർക്ക് ഇത് അച്ചീവ് ചെയ്യാൻ നല്ല ടൈം ഡിലേ വരുന്നു, അവരുടെ സർവൈവലിനെ ആ നേഷനിൽ ചോദ്യം ആയതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് കാരണമാവുന്ന എല്ലാ കാര്യങ്ങളും സ്പീഡപ്പ് ചെയ്യാനുള്ള പ്രോസസ്സ് അവർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ സിംപ്ലിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ വിച്ച് ഇസ് ആക്ച്വലി ഗുഡ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു വീഡിയോൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നത്. കാരണം ഇത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് വേർഷൻസ് ഉണ്ട്. എക്സ്റ്റെൻഡഡ് വേർഷൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് വേറെ ഒന്നുമല്ല. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നുള്ള വോയിസ് നോട്ട്സ് എനിക്ക് കിട്ടിയത്. അതായത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാത്തതിൻ്റെ കാര്യം ഫ്ലാഗ് പോളിംഗ് എന്താണെന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഫ്ലാഗ് പോളിങ്ങിൻ്റെ ന്യൂസ് വന്ന സമയത്ത് ഒരുപാട് മീഡിയാസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സ്റ്റുഡൻസിന് തിരിച്ചു പോരേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡുള്ള റിയാലിറ്റി, ആ ടേമിൻ്റെ അർത്ഥം എന്താണ്, ആ ടേം എന്തുകൊണ്ടാണ് അതവിടെ ബാൻ ചെയ്യപ്പെട്ടത്, എന്താണ് അതിൻ്റെ റീസൺ, അതിൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ് എടുക്കുന്ന ഇനീഷ്യേറ്റീവ്സ് എന്താണ്. ഐ ബിലീവ് ലൈക്ക് ദ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് വിച്ച് വർ ടേക്കൺ അത് ഒമിറ്റഡ് ആയിരുന്നു. മിക്ക മീഡിയാസിലും അത് ഒമിറ്റഡ് ആയിരുന്നു. അത് അത്രയും ഭയങ്കര റിവലേറ്ററി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ദാറ്റ്സ് വൈ ഐ തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ദിസ് വീഡിയോ വിത്ത് ദിസ് കോണ്ടന്റ്. എല്ലാം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പാർട്ട് 4 സീരീസ് വിതിൻ 2 days വരുന്നതായിരിക്കും. താങ്ക് യു.